ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. വിൻഡോസ് 11 ലീക്ക്ഡ് വെർഷൻ വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, എന്തൊക്കെ പുതിയ കാര്യങ്ങളും ഫീച്ചേഴ്സും വന്നിട്ടുണ്ട് എന്ന് നോക്കാം. ഇത് ജസ്റ്റ് ലീക്ക്ഡ് വെർഷൻ മാത്രമാണ്. ഇതിൻ്റെ ഫൈനൽ വെർഷൻ ഇതുവരെ വന്നിട്ടില്ല. ജൂൺ 24 മൈക്രോസോഫ്റ്റിൻ്റെ ഒരു ഇവൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫൈനൽ വെർഷനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഫൈനൽ വെർഷൻ അന്നായിരിക്കും അവർ ലോഞ്ച് ചെയ്യുന്നത്. മൈക്രോസോഫ്റ്റിൻ്റെ ട്വിറ്ററിൽ ഇത് ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്വീറ്റ് നമ്മൾ കണ്ടിരുന്നു. ഈ വെർഷനിൽ നമുക്ക് വിൻഡോസ് 11 ഫുൾ ഫീച്ചേഴ്സും കിട്ടില്ല, എന്നാലും ഏകദേശം വിൻഡോസ് 11 എങ്ങനെയായിരിക്കും എന്നുള്ളതും അതിൽ കുറച്ച് ഫീച്ചേഴ്സും ഇതിൽ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാണ് വിൻഡോസ് 11 പുതിയ ബൂട്ടപ്പ് സൗണ്ട്. ഓപ്പണായി വരുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ടാസ്ക് ബാറിലൊക്കെ ചില ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇത് സെൻറ്ററിലായിട്ടാണ് ഇപ്പോൾ വരുന്നത്. സ്റ്റാർട്ട് ബട്ടൻ്റെ ഐക്കൺ മാറിയിട്ടുണ്ട്. ഇനി ഇത് സെൻറ്ററിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ലെഫ്റ്റിലേക്ക് ആക്കാൻ കഴിയും. അതിനായിട്ട് നമ്മളിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ടാസ്ക് ബാർ സെറ്റിങ്സ് എടുത്തിട്ട് ടാസ്ക് ബാർ അലൈൻമെൻ്റ് എന്ന് കാണാം. അത് സെൻറ്റർ മാറ്റിയിട്ട് ലെഫ്റ്റ് ആക്കിയാൽ മതി. അപ്പോൾ നമുക്കിത് ലെഫ്റ്റിലേക്ക് വരുന്നത് കാണാൻ കഴിയും. എന്തായാലും സെൻറ്ററിൽ നിൽക്കുന്നതാണ് കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് അവിടെ തന്നെ നിൽക്കട്ടെ. സ്റ്റാർട്ട് എടുത്ത് നോക്കുമ്പോൾ ഇവിടെ ആദ്യം കണ്ടിരുന്ന ടൈൽസ് ഒന്നും കാണുന്നില്ല. അതായത് കുറേ ആപ്സ് നമ്മൾ റീസെൻ്റായിട്ട് യൂസ് ചെയ്ത ആപ്സിൻ്റെയൊക്കെ ആനിമേഷൻ ചെയ്യുന്നൊരു സംഭവം ഉണ്ടായിരുന്നു വിൻഡോസ് 10 അതിപ്പോൾ ഇല്ല. നമുക്ക് ആപ്സൊക്കെ ഇവിടെ പിൻ ചെയ്ത് വെക്കാൻ കഴിയും. അതേപോലെ തന്നെ നമുക്കിത് ഡ്രാഗ് ചെയ്തിട്ട് എവിടെ കൊണ്ടുവെക്കണം എന്നുള്ളതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും. അതേപോലെ ഓൾ ആപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് നമ്മുടെ എല്ലാ ആപ്ലിക്കേഷൻസും കാണാൻ കഴിയും. അടിയിലേക്ക് വരുമ്പോൾ നമ്മൾ അവസാനമായിട്ട് എടുത്ത കുറച്ച് ഫയൽസും കാര്യങ്ങളും കാണാൻ കഴിയും. അതേപോലെ ഇവിടെ ഷട്ട് ഡൗൺ ബട്ടൺ ഉണ്ട്. അടുത്ത് കാണുന്ന ഐക്കൺസ് ഞാൻ ആഡ് ചെയ്തതാണ്. ഈ ഭാഗത്ത് ഇങ്ങനെയുള്ള ബട്ടൺസ് കൊടുക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സെറ്റിംഗ്സിൽ പോയിട്ട് പേഴ്സണലൈസേഷൻ എന്നെടുത്തിട്ട് സ്റ്റാർട്ട് എന്നതെടുത്തിട്ട് ഇവിടെ അവസാനമായിട്ടൊരു ഓപ്ഷൻ കാണാൻ കഴിയും. അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ട ആപ്സൊക്കെ ഇവിടെ നമുക്ക് എനേബിൾ ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് എനേബിൾ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ എനേബിൾ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇവിടെ സ്റ്റാർട്ടിൽ വന്നാൽ ഷട്ട് ഡൗൺ ബട്ടൻ്റെ അടുത്ത് നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് ഐക്കൺസ് കാണാൻ കഴിയും. ഇങ്ങനെ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇപ്പോൾ വീഡിയോസ് ക്ലിക്ക് ചെയ്താൽ വീഡിയോസിൻ്റെ ഫോൾഡേഴ്സിലേക്ക് പോകും. ഇവിടെ ടാസ്ക് വ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ, അത് നമ്മൾ വിൻഡോസ് 10 കണ്ട സെയിം ഫീച്ചറാണ്. പിന്നെ വിഡ്ജറ്റ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ വെതർ കാണാൻ കഴിയും. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വാല്യൂസും കാര്യങ്ങളും കാണാൻ കഴിയും. അതേപോലെ അടിയിലേക്ക് വരുമ്പോൾ ന്യൂസ് കാണാൻ കഴിയും. ന്യൂസിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ അത് മൈക്രോസോഫ്റ്റ് എഡ്ജിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. പിന്നെ ഐക്കൺസിലൊക്കെ കുറേ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം പല ഐക്കൺസിലും പല ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഫോൾഡേഴ്സൊക്കെ എടുക്കുന്ന സമയത്ത് ഈ ഫോൾഡേഴ്സ് തമ്മിൽ നല്ലൊരു ഡിസ്റ്റൻസ് വരുന്നുണ്ട്. കുറച്ച് മാറ്റങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. ഇനി അത് പഴയ പോലെ ആകണമെന്നുണ്ടെങ്കിൽ അത്ര ഡിസ്റ്റൻസ് ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ വ്യൂ എന്നത് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓപ്ഷൻസ് എന്ന് എടുത്തിട്ട് പിന്നെയും വ്യൂ എന്നത് എടുത്തിട്ട് ഇവിടെ കോമ്പാക്റ്റ് വ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഡിക്രീസ് സ്പേസ് ബിറ്റ്വീൻ ഐറ്റംസ്. അത് ക്ലിക്ക് ചെയ്യുക. അത് ടിക്ക് ചെയ്തിട്ട് അപ്ലൈ കൊടുക്കുമ്പോൾ നമുക്ക് പണ്ടത്തെ പോലെയാവും. ഇത് നമ്മുടെ വിൻഡോസ് 10 കണ്ട പോലെയുള്ളൊരു സെറ്റപ്പ് അവിടെ വരും. ഇതിൽ കണ്ട വേറൊരു ഫീച്ചർ, നമ്മളിവിടെ മിനിമൈസും മാക്സിമൈസും ചെയ്യുന്നൊരു ഭാഗമുണ്ട്. ഇവിടെ നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ കണ്ടോ, ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാൻ കഴിയും. ഇത് PIP മോഡിലിട്ട് നമുക്ക് യൂസ് ചെയ്യാനാണ്, മൾട്ടി ടാസ്കിങ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ ഇതൊരു ഭാഗത്തേക്ക് മാറും. നമ്മൾ വേറെ യൂസ് ചെയ്യുന്ന ആപ്സൊക്കെ ഇവിടെ ഇങ്ങനെ കൊടുക്കാൻ കഴിയും. മൾട്ടി ടാസ്കിങ് ചെയ്യാൻ കഴിയും. ഇത് വിൻഡോസ് 10 ഉള്ളതാണ്, പക്ഷേ ഇത് കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് വിൻഡോസ് 11 ഇങ്ങനെ ചെയ്യാൻ കഴിയും. നമ്മൾ പണ്ട് യൂസ് ചെയ്തിരുന്ന കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് വിൻഡോസ് 10 7 ആയിട്ട്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വിൻഡോസ് ടൂൾസ് എന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ കമാൻഡ് പ്രോംപ്റ്റ്, കൺട്രോൾ പാനൽ പോലെയുള്ള പ്രോഗ്രാംസ് ഒക്കെ കാണാൻ കഴിയും. പിന്നെ മെയിനായിട്ട് വ്യത്യാസങ്ങൾ വന്നിട്ടുള്ളത് ആനിമേഷൻസിലാണ്. ആനിമേഷൻസ് നമ്മളിപ്പോൾ മാക്സിമൈസ് ചെയ്യുമ്പോഴും മിനിമൈസ് ചെയ്യുമ്പോഴും ഉള്ള ഒരു ആനിമേഷൻ അത് നല്ല അടിപൊളിയായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് വരുന്നത്. ഇവിടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് വരുന്നത്. അങ്ങനെ കുറച്ച് UI ചേഞ്ചസ് ഒക്കെ ഉണ്ട്. എന്തായാലും മൊത്തത്തിൽ കാണാൻ കുറച്ചുകൂടി ഒരു ലുക്ക് കൂടിയ, എന്നാൽ ഫീച്ചേഴ്സിൽ നമുക്ക് അത്ര കുറേ ഫീച്ചേഴ്സൊന്നും ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷേ നമുക്ക് ജൂൺ 24 വരെ കാത്തിരിക്കാം. എന്നിട്ട് നമുക്ക് എന്തൊക്കെയാണ് പുതിയ കാര്യങ്ങൾ വരുന്നത്. ഇങ്ങനെയൊന്നും ആയിരിക്കില്ല, ഇതിനേക്കാൾ കുറേ ഫീച്ചേഴ്സുള്ളൊരു വിൻഡോസ് 11 വെർഷൻ ആയിരിക്കും അപ്പോൾ നമ്മൾ കാണുന്നത് എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. എന്തായാലും ഇതാണ് വിൻഡോസ് 11 ലീക്ക്ഡ് വെർഷനുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.